ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ ഇന്ന് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തവസ്സുലാക്കി തേടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം ഉള്ളത്. പല സംഭവങ്ങളുണ്ട്. അതിലൊരു സംഭവം ഇമാം ഇബ്നു അസാക്കിർ അദ്ദേഹത്തിൻ്റെ താരീഖു ദിമഷ്ക് എന്ന് പറയുന്ന പ്രസിദ്ധ ചരിത്ര ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ് ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. ഈ സംഭവം താരീഖ് ദിമഷ്കിൽ എന്ന പോലെ തന്നെ വേറെയും ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സംഭവം സഹിയായി സ്ഥിരപ്പെട്ടതാണ്. ഇത് അൻ സുലൈം ഇബ്നു ആമിർ അൽ ഖബാഇരി, സുലൈം ഇബ്നു ആമിർ അൽ ഖബാഇരിയെ തൊട്ടാണ് നിവേദനം. സുലൈം ഇബ്നു ആമിർ അൽ ഖബാഇരി എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം താബിഈങ്ങളിൽ ഒരു മഹാനാണ്. അൽ കുലാഇ അൽ ഹിമ്മസി എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയും. ഹിജ്റയുടെ 130 മരണപ്പെട്ട മഹാനാണ് സുലൈം ഇബ്നു ആമിർ അൽ ഖബാഇരി. അദ്ദേഹം പറയാണ്, അന്ന സമാഅ ഖുഹിതത്. ഖുഹിതത്ത് എന്ന് പറഞ്ഞെങ്കിൽ എന്താ? മഴ വരണ്ടു എന്നാണ്. മഴ നിലച്ചു. ഖഹ്ത് വരൾച്ചയാണ്. സമാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴയാണ്. അപ്പോൾ മഴ നിലച്ചു, മഴ വരണ്ടു. ഫഖറജ മുആവിയത്തു ഇബ്നു അബി സുഫിയാൻ. ഫഖറജ അപ്പോൾ പുറപ്പെട്ടു. ആര്? മുആവിയത്തു ഇബ്നു അബി സുഫിയാൻ. മുആവിയ ഇബ്നു അബി സുഫിയാൻ പുറപ്പെട്ടു റളിയല്ലാഹു അൻഹുമാ. വ അഹ്ലു ദിമഷ്ക്, ദിമഷ്കിലെ ആളുകളും പുറപ്പെട്ടു. എന്തിനാ പുറപ്പെട്ടത്? യസ്തസ്ഖൂൻ എന്ന് പറഞ്ഞാൽ ഇസ്തിസ്ഖായിന് പുറപ്പെട്ടു. ഇസ്തിസ്ഖ എന്താ? മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആ, മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പുറപ്പെട്ടു. യസ്തസ്ഖൂൻ, ഇസ്തിസ്ഖ. ഫലമ്മ ഖഅദ മുആവിയതു അലൽ മിംബരി, മുആവിയ മിംബറിൽ ഇരുന്നപ്പോൾ, ഫലമ്മ ഖഅദ മുആവിയതു അലൽ മിംബരി, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മിംബർ സ്ഥാപിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈദ് നിസ്കാരം, അതേപോലെ തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, ഇതിനൊക്കെ പോവുകയാണെങ്കിൽ പറയും മുസല്ലയിൽ മിംബർ വെക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കും. അങ്ങനെ മുസല്ലയിൽ മിംബർ സ്ഥാപിക്കും. എന്നിട്ട് അവിടേക്ക് പോയിട്ടാണ് എന്ത് ചെയ്യുക? ഖുത്ബ പറയലും നിസ്കാരമൊക്കെ. അതുകൊണ്ടാണ് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പുറപ്പെട്ടു. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു മിംബറിൽ ഇരുന്നപ്പോൾ ഖാല, മുആവിയ ചോദിച്ചു, ഐന യസീദ് ഇബ്നുൽ അസ്വദുൽ ജുറഷി, യസീദ് ഇബ്നുൽ അസ്വദ് അൽ ജുറഷി എവിടെ എന്ന് ചോദിച്ചു. ഫനാദാഹുന്നാസ്, അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു, യസീദിനെ വിളിച്ചു റഹ്മത്തുള്ളാഹി അലൈഹി. ഫഅഖ്ബല യതഖത്തന്നാസ്, ജനങ്ങൾ ഈ യസീദ് ഇബ്നുൽ അസ്വദിനെ വിളിച്ചപ്പോൾ അഖ്ബല, അദ്ദേഹം മുന്നിട്ട് വന്നു. യതഖത്തന്നാസ്, ജനങ്ങളെ താണ്ടിക്കടന്ന് അദ്ദേഹം വന്നു. ഫഅമറഹു മുആവിയതു, അപ്പോൾ മുആവിയ അദ്ദേഹത്തോട് കൽപ്പിച്ചു. ഫസഇദൽ മിംബർ, മുആവിയ അദ്ദേഹത്തോട് മിംബറിലേക്ക് കയറാനാണ് കൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? മിംബറിൽ കയറി. ഫസഇദൽ മിംബർ. ഫഖഅദ ഇൻദ റിജ്ലൈഹി, ഫഖഅദ, അങ്ങനെ ഇദ്ദേഹം ഇരുന്നു. യസീദ് ഇബ്നുൽ അസ്വദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇരുന്നു. ഇൻദ റിജ്ലൈഹി, മുആവിയയുടെ കാലിനരികിൽ ഇരുന്നു. ഫഖാല മുആവിയതു, അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ നസ്തശ്ഫിഉ ഇലൈക അൽ-യൗമ ബിഖൈരിനാ വ അഫ്ദലിനാ. അല്ലാഹുമ്മ ഇന്നാ നസ്തശ്ഫിഉ ഇലൈക അൽ-യൗമ ബിയസീദ ഇബ്നുൽ അസ്വദ് അൽ ജുറഷി. യാ യസീദ് ഇർഫഅ യദൈക ഇലല്ലാഹ്. ഫറഫഅ യസീദു യദൈഹി വറഫഅ അൻ-നാസു അയ്ദിയഹും. ഫമാ കാന ഔശക അൻ സാറത് സഹാബത്തുൻ ഫിൽ ഗർബി കഅന്നഹാ തുർസുൻ വഹബ്ബത് ലഹാ റീഹുൻ ഫസുഖീന ഹത്താ കാദൻ നാസു അല്ലാ യബ്ലുഗു മനാസിലഹും. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവേ, ഇന്നാ നസ്തശ്ഫിഉ ഇലൈക അൽ-യൗം ബിഖൈരിനാ വ അഫ്ദലിനാ. ഇന്നാ നസ്തശ്ഫിഉ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷഫാഅത്ത് ആവശ്യപ്പെടുന്നു,
ഷഫാഅത്ത് ആവശ്യപ്പെടുന്ന പറഞ്ഞാൽ ദുആ ആവശ്യപ്പെടുന്നു. ഇലൈക നിന്നിലേക്ക്, അല്യവും ഇന്നേ ദിവസം, ബിഖൈരിന ഞങ്ങളിൽ ഏറ്റവും നന്മ നിറഞ്ഞ ആളെ കൊണ്ട്, ബിഖൈരിന എന്നാണ് ഞങ്ങളിൽ നന്മയുള്ള ആളെ കൊണ്ട്, വ അഫ്ദലിന ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനെ കൊണ്ടും, ഞങ്ങളിൽ ഏറ്റവും നന്മയുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളെ കൊണ്ട് ഇന്നേ ദിനം നിന്നിലേക്ക് ഞങ്ങൾ ഷഫാഅത്ത് ആവശ്യപ്പെടുന്നു, ദുആയിരക്കാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് അതൊന്നുകൂടി വ്യക്തമാക്കുകയാണ്. അല്ലാഹുവേ ഇന്ന തീർച്ചയായും ഞങ്ങൾ നസ്തശ്ഫിഉ ഇലൈക അല്യവും ഇന്നേ ദിവസം നിന്നിലേക്ക് ഷഫാഅത്ത് ആവശ്യപ്പെടുന്നു, ദുആ ആവശ്യപ്പെടുന്നു. ഈ ബിഖൈരിന വഫ്ദലിന എന്ന് പറഞ്ഞാൽ ബി യസീദ ഇബ്നി അൽ അസ്വദിൽ ജുറഷി, യസീദ് ബിൻ അൽ അസ്വദുൽ ജുറഷിയെ കൊണ്ട്. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ യസീദ് ഇർഫഅ യദൈക ഇലല്ലാഹ്, താങ്കളുടെ രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തു, താങ്കളുടെ കൈകളെ രണ്ടും അള്ളാഹുവിലേക്ക് ഉയർത്തു, ദുആ ചെയ്യൂ എന്ന അർത്ഥത്തിൽ. അങ്ങനെ ഫറഫഅ യസീദു യദൈഹി, യസീദ് തൻ്റെ രണ്ട് കൈകളും ഉയർത്തി, യസീദ് ഉയർത്തി. വറഫഅ അന്നാസു ഐദിയഹും, ജനങ്ങളും അവരുടെ കൈകൾ ഉയർത്തിയിട്ട് എന്താ ചെയ്തത്? കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ ദുആ ചെയ്യാണ്. സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സുലൈം ഇബ്നു ആമിറുൽ ഖബായിരി പറയാണ്, ഫമാകാന ഔശക്, ഫമാകാന ഔശക് എന്നാണ് എന്താ, ഏറെ വൈകിയില്ല എന്നർത്ഥത്തിൽ, ഏറെ വൈകിയില്ല. അൻസാറത്ത് സഹാബത്തും ഫിൽ ഗർബ്, ഒരു കാർമേഘം പടിഞ്ഞാറ് ഭാഗത്തു നിന്ന്, സാറത്ത് എന്നാണ് എന്താ, ഇളകി വന്നു, പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഒരു കാർമേഘം ഇങ്ങനെ ഇളകി വന്നു. കഅന്നഹ തുർസുൻ, അതൊരു തുർസ് പോലെയാണ് വന്നത്. തുർസ് എന്ന് പറഞ്ഞാൽ പരിച, തുർസ് എന്ന് പറഞ്ഞാൽ പരിച, ഒരു പരിച പോലെ ഒരു കാർമേഘം ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വന്നു, ഇളകി വന്നു. വഹബ്ബത് ലഹാ റീഹുൻ, ആ കാർമേഘം വന്നപ്പോൾ വഹബ്ബത് ലഹാ റീഹുൻ, അതിനായി കാറ്റും അടിച്ചു വീശി, അതിനായിട്ട് കാറ്റും അടിച്ചു വീശി. അങ്ങനെ ഫസുഖീന, ഫസുഖീന ഞങ്ങൾക്ക് മഴ അരുളപ്പെട്ടു, മഴ കനിയപ്പെട്ടു. ഫസുഖീന ഹത്ത കാദന്നാസ്, ഹത്ത എത്രത്തോളം മഴ വന്നു, കാദന്നാസ് ജനങ്ങളാകാറായി, അല്ലാ യബ്ലുഗു മനാസിലഹും, എന്താ അല്ലാ യബ്ലുഗു മനാസിലഹും, അവരുടെ വീടുകളിലേക്ക് എത്താത്ത രീതിയിൽ, വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത രീതിയിൽ ആളുകളായി തീർന്നു എന്നാണ് പറയുന്നത്. ഖലാസ്. എന്തിനാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്? ഈ സംഭവം മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഭരണാധികാരിയായിരിക്കെ നടന്നൊരു സംഭവമാണ്. ഈ മുആവിയ ആരാ? മുആവിയ ഇബ്നു അബി സുഫിയാൻ. മുആവിയ റളിയല്ലാഹുവിൻ്റെ ഉപ്പാടെ പേര് അബി സുഫിയാൻ അല്ലേ? അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ഇബ്നു ഉമയ്യ ഇബ്നു അബ്ദു ഷംസ് ഇബ്നു അബ്ദു മനാഫ്. മുആവിയ റളിയല്ലാഹുവിൻ്റെ ഉമ്മയുടെ പേര് ഹിന്ദ് ബിന്ത് ഉത്ബ, ഹിന്ദ് ബിന്ത് ഉത്ബ ഇബ്നു റബിയ ഇബ്നു അബ്ദു ഷംസ് ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ. അബ്ദു ഷംസിലാണ് മുആവിയ റളിയല്ലാഹുവിൻ്റെ വാപ്പാൻ്റെ പരമ്പരയും ഇമ്മാൻ്റെ പരമ്പരയും ചെയ്യുന്നത്, കണ്ണി ചേരുന്നത്. മുആവിയയും ഹിന്ദും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പാമാരിൽ കണ്ണി ചേരുന്നത് എവിടെയാണ്? മുആവിയ ഇബ്നു അബി സുഫിയാൻ ഇബ്നു ഹർബ് ഇബ്നു ഉമയ്യ ഇബ്നു അബ്ദു ഷംസ് ഇബ്നു അബ്ദു മനാഫിൽ ഹിന്ദ് ബിന്ത് ഉത്ബ ഇബ്നു റബിയ ഇബ്നു അബ്ദു ഷംസ് ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ് ഇബ്നു മുറത്ത് ഇബ്നു കഅബ്. അങ്ങനെയാണ്. ഏതായാലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽ എന്ത് ചെയ്യേണ്ടത്? അബൂ സുഫിയാനും ഹിന്ദും കണ്ണിചേരേണ്ടത്. ഏതായാലും അവരുടെ മകനാണ് ഒരു മുആവിയ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഭരണാധികാരിയായിരിക്കെ വലിയ വരൾച്ചയുണ്ടായി. ആ വരൾച്ചയിൽ മുആവിയ, അന്നത്തെ തലസ്ഥാന നഗരി എവിടെയാണ്? ദിമഷ്കാണ്, ഷാമിലെ ദിമഷ്കാണ്. അവിടെയുള്ള ആളുകളെയും കൂട്ടിയിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടു, മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു, ഇസ്തിസ്ഖായിന് പുറപ്പെട്ടു. അങ്ങനെ മിമ്പറിലിരുന്ന മുആവിയ റളിയല്ലാഹു തആല അൻഹു വന്ന ആൾക്കൂട്ടത്തിൽ യസീദ് ബിൻ അൽ അസ്വദ് അൽ ജുറഷിയെ തെരയാണ്. യസീദ് ബിൻ അൽ അസ്വദ് അൽ ജുറഷി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം കണ്ടിട്ടില്ല. ജാഹിലിയത്തിൽ ജീവിച്ചു, ഇസ്ലാമിലും ജീവിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹാബിയല്ല, അദ്ദേഹം താബീങ്ങളുടെ ഗണത്തിലാണ് എണ്ണപ്പെടുക. അബുൽ അസ്വദ് അൽ ജുറഷി, യസീദ് ബിൻ അൽ അസ്വദ് അൽ ജുറഷി. ഹിജ്റയുടെ 70 ഇപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ മരണം. 70 80 ഇടയിലാണ് യസീദ് ബിൻ അൽ അസ്വദിൻ്റെ മരണം വരിക. അദ്ദേഹം ഷാമുകാരനാണ്. അറിയപ്പെട്ട ഒരു സാത്വികനായിരുന്നു, വിരക്തനായിരുന്നു യസീദ് ബിൻ അൽ അസ്വദ് അൽ ജുറഷി.
അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ജീവിച്ചിരുന്ന നാളിൽ ഇപ്പോൾ ദഹാഖ് ബിൻ ഖൈസ് ഗവർണറായിരിക്കെ ഇതേപോലെ ഒരു വരൾച്ച ഉണ്ടായപ്പോൾ യസീദ് ബിൻ അസ്വദ് അൽ ജുറഷിയോട് മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു സാലിഹായ മനുഷ്യൻ ദുആക്ക് ഉത്തരം കിട്ടും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി അയാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക, അതാണ് ഇസ്തിഗ്ഫാർ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ദുആ ഇരക്കുകയായിട്ടുണ്ടെങ്കിൽ മഴ കിട്ടും. മരിച്ചുപോയ ഒരാളല്ല, പിന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു മഹാനാണ്. അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദുആ കബൂലാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ നമുക്കൊരാളെ അറിയാൻ പറ്റുമല്ലോ, അയാളുടെ നിഷ്ഠയും തഖ്വയും ഒക്കെ നോക്കിയത്. അതുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു ആകട്ടെ, അതേപോലെ തന്നെ ദഹാഖ് ബിൻ ഖൈസ് റഹിമഹുല്ലാഹ് ആകട്ടെ, ഇവരൊക്കെ ഇദ്ദേഹത്തോട് ദുആക്ക് ആവശ്യപ്പെട്ടിരുന്നത്, ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നത്. അദ്ദേഹം വളരെ ഒരിക്കൽ ഈ യസീദ് ബിൻ അസ്വദ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സ്വലാസ്ലം തങ്ങളെ മുഖം കാണാൻ സന്ധിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കൽ വാസിലത്ത് ബിൻ അസ്ഖ റളിയല്ലാഹു തആല അൻഹു ഇദ്ദേഹത്തെ രോഗം കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നുണ്ട്. ഇദ്ദേഹം മരണാസന്നനായിട്ട് കിടക്കുമ്പോൾ. അപ്പോൾ ഈ വാസിലത്ത് ബിൻ അസ്ഖനെ കണ്ട മാത്രയിൽ ഈ യസീദ് എന്നവർ വാസിലയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചുംബിക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ് എന്താ. അപ്പോൾ പിന്നെ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്ത കൈകളാണ് അങ്ങയുടെ കൈകൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ചുംബിക്കുന്നത്. അപ്പോൾ വാസില ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ യസീദ് ബിൻ അസ്വദിനോട്, ഈ അബൽ അസ്വദ്, അബുൽ അസ്വദ് എന്നാണ് അദ്ദേഹത്തിന് വിളിപ്പേര്, നിങ്ങളുടെ അവസ്ഥ എന്താണ്, പിന്നെ അള്ളാഹിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിചാരം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഖൈറൻ, സൽ വിചാരമാണ് അള്ളാഹിനെ കുറിച്ചുള്ളത് എന്ന് പറയുമ്പോൾ അബ്ഷിർ, എങ്കിൽ നിങ്ങൾ സന്തോഷിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മരണാസന്നനായ ഒരു വ്യക്തി അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരം വെച്ച് പുലർത്തുന്നുവെങ്കിൽ ആ അള്ളാഹിനെ കുറിച്ച് സൽവിചാരം വെച്ചത് പിന്നെ അത് അദ്ദേഹത്തിന് ലഭിക്കും എന്ന്, അള്ളാഹിൻ്റെ കാരുണ്യം എനിക്ക് കിട്ടും, അള്ളാഹു എനിക്ക് പുറത്തു തരും, ഇതൊക്കെ അള്ളാഹിനെ കുറിച്ചുള്ള സൽവിചാരമല്ലേ. ആ വിചാരത്തിലാണ് ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ തീർച്ചയായും അയാളുടെ ആ സൽവിചാരം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഇദ്ദേഹത്തോട് പ്രതികരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ യസീദ് ഇബ്നുൽ അസ്വദ് അൽ ജുറഷി ഒരു മഹാനായിരുന്നു. അദ്ദേഹം ദുആ ചെയ്താൽ എന്ന് ആളുകൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പ്രത്യേകതയുള്ള ആളുമായിരുന്നു. അതുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു തആല മിമ്പറിൽ ഇരുന്നിട്ട് ഐന യസീദ് ഇബ്നുൽ അസ്വദ് അൽ ജുറഷി എന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വന്നു. യതഖത്തന്നാസ് ഫഅമറ മുആവിയത്തു ഫസഇദൽ മിമ്പർ ഫഖഅദ ഇൻദ റിജ്ലൈഹി. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഇതാണ് അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നാ നസ്തശ്ഫിഉ ഇലൈക്കൽ യൗമ ബിഖൈരിന വ അഫ്ദലിന, ഞങ്ങൾ ശാമുകാർ ഞങ്ങളിൽ ഏറ്റവും ഖൈറുള്ള ശ്രേഷ്ഠതയുള്ള ആളെ കൊണ്ട് ഇന്നേ ദിനം നിന്നിലേക്ക് ശഫാഅത്ത് തേടുന്നു. അല്ലാഹുമ്മ ഇന്നാ നസ്തശ്ഫിഉ ഇലൈക്കൽ യൗമ ബി യസീദ് ബിനുൽ അസ്വദ് അൽ ജുറഷി, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഖൈറുള്ള ആളാരാണ്? യസീദ് ബിനുൽ അസ്വദാണ്. അദ്ദേഹത്തെ കൊണ്ട് നിന്നിലേക്ക് ശഫാഅത്ത് തേടുന്നു. അങ്ങനെ അദ്ദേഹം പറയണേ, യാ യസീദ്, ഇപ്പം മഹാനാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണ് നട്ട് അദ്ദേഹത്തിൻ്റെ ദുആണ് പ്രധാനം. അതുകൊണ്ടാണ് യാ യസീദ് ഇർഫ യദൈക ഇലല്ലാഹ്, താങ്കളുടെ ഇരു കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തു. അങ്ങനെ യസീദ് ഉയർത്തി, ആളുകളും കൈകൾ ഉയർത്തി ദുആ ചെയ്തു. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. മനസ്സിലെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഒരു കാർമേഘം ഒരു പരിചയ കണക്കെ വന്നു, അതിന് നേരെ കാറ്റടിച്ച് വീശി, അതോടുകൂടിയിട്ട് ആ പരിചയ കണക്കെ വന്ന കാർമേഘം മഴയായി പെയ്തു. ആ മഴ പെയ്തപ്പോൾ ആളുകൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത വിധം മഴ ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സംഭവം, ഇതൊരു സമാനമായിട്ടുള്ള സംഭവങ്ങൾ പലതുണ്ട്. ഇതെന്തിനാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്? വസീലയുടെ വിഷയത്തിൽ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ എന്താ വസീല തേടണം എന്ന് പറഞ്ഞില്ലേ? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീല തേടണം എന്ന് പറഞ്ഞു. മഹത്തുക്കൾ വരെ, അള്ളാഹുവിലേക്ക് അടുത്ത പുണ്യാളന്മാർ വരെ ഉലായിക്കല്ലദീന യദ്ഊന വയബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല എന്നാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹുവിലേക്ക് വസീലയെ കാക്ഷിക്കുന്നവരാണ് എന്നുള്ളതാണ്. അയ്യുഹും അഖറബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ വരെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് വസീല തേടുക എന്നുള്ളത് കൽപ്പിക്കപ്പെട്ട വിഷയമാണ്. ദുആക്ക് ജവാബ് ലഭിക്കാൻ കരണീയമായ ഒരു പുണ്യവുമാണ് എന്ത്? വസീല, തവസ്സുൽ, അൽ വസീല. തവസ്സുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വസീല തേടൽ.
ഞാൻ ഈ ഒരു ഉദാഹരണം ഈ ചരിത്രം എഴുതിയത് നമ്മുടെ പൂർവികരുടെ ഒരു പതിവ് എന്തായിരുന്നു, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമ്പോൾ വസീലയെ കാക്ഷിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ വസീലയാക്കിയിട്ട് അള്ളാഹിനോട് തേടുക എന്നുള്ളതാണ്. ശർഈയായിട്ട് മതപരമായിട്ട് നമുക്ക് നിശ്ചയിക്കപ്പെട്ട വസീലകളുണ്ട്. അള്ളാഹുലേക്ക് തേടാൻ നിശ്ചയിക്കപ്പെട്ട വസീലകളുണ്ട്. ആ വസീലകളാണ് ഞാനിവിടെ എഴുതിയത്. ഏതൊക്കെയാണ് ആ വസീല എന്നുള്ളത്. അതിൽ വ്യക്തികൾ മുഖാന്തരം അള്ളാഹുവിലേക്ക് വസീലയാക്കുന്ന വ്യക്തികളെ ഇടയാളന്മാരാക്കിയിട്ട് അള്ളാഹുവിലേക്ക് വസീല തേടുന്ന ഉദാഹരണമാണ് ഇവിടെ എഴുതിയത്. കാരണം അതാണ് സുപ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ളതൊന്നും എന്തല്ല ആളുകൾക്കിടയിലൊരു തർക്കമോ പിന്നെ സംശയമോ നിലവിലുള്ളൊരു മസാലല്ല. ഇപ്പം അള്ളാഹുവിലേക്കുള്ള വസീല തവസ്സിലാക്കുമ്പോൾ അത് തെളിവുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 7 നിലക്കാണ്. അതിൽ ഒന്ന് ഇതാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക. തർക്ക മസലയിൽ തീർപ്പാക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ നമുക്കൊരു പഠനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആരെങ്കിലും തെറ്റി വസീല ചെയ്യുന്നുവെങ്കിൽ അവരെത്രമാത്രം ഇത്രയും നല്ല വസീലകൾ പഠിപ്പിക്കപ്പെട്ടിരിക്കെ തെളിവില്ലാത്ത പ്രമാണത്തിൻ്റെ ബലമില്ലാത്ത കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് അത്തരം ആളുകൾ വസീല കാക്ഷിക്കുന്നത് തേടുന്നത് എന്നുള്ളതും ബോധ്യപ്പെടാൻ കൂടിയാണ്. ഒന്ന്, അള്ളാഹിൻ്റെ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക, വസീല തേടുക. ഇപ്പോൾ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ നാമങ്ങൾ തന്നെ എന്താ പറഞ്ഞത്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹ്ക്കുള്ളതാണ് എന്ത് നല്ല പേരുകൾ, നല്ല നാമങ്ങൾ. ഫദൂഹു, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുവിൻ ബിഹ, ആ നാമങ്ങളെ മുൻനിർത്തി, ആ നാമങ്ങൾ കൊണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ നാമങ്ങൾ എണ്ണി അള്ളാഹിനോട് ദുആ ചെയ്യുക എന്നുള്ളത് എന്താണ്, അത് നമ്മൾ പഠിപ്പിക്കപ്പെട്ട വസീലയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക് ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദുആ. അവിടെ അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് തേടുന്നു, ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, നിനക്കുള്ള എല്ലാ നാമങ്ങൾ കൊണ്ടും, ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, നിനക്കുള്ളതായ എല്ലാ നാമങ്ങൾ കൊണ്ടും അല്ലാഹുവേ നിന്നോട് ഞാൻ തേടുന്നു എന്നാണ്. സമ്മൈത ബിഹി നഫ്സക്, നീ നിനക്ക് പേര് വെച്ച, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, നിന്റെ പടപ്പുകളിൽ ഒരാളെ നീ പഠിപ്പിച്ച, ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, നിന്റെ അടുക്കൽ അദൃശ്യ ലോകത്ത് നീ നിനക്കായി എടുത്തു വെച്ച പേരുകൾ, അതുകൊണ്ടൊക്കെ നിന്നോട് തേടുന്നു എന്നാണ്. അൻത ജഅലൽ ഖുർആന റബിയ ഖൽബി വനൂറ സദ്രി വജലാ ഹമ്മി വദഹാബ ഹുസ്നി എന്നൊക്കെ പറഞ്ഞില്ലേ. ഖുർആൻ ഹൃദയത്തിൻ്റെ വസന്തമാകാൻ, ടെൻഷൻ പോക്കാൻ, മനോവേദ നീക്കാൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ അള്ളാഹിൻ്റെ പേരുകൾ മുൻനിർത്തിയിട്ടുള്ള ദുആ, അതാണ് ഒരു വസീല. രണ്ടാമത്തെ വസീല അള്ളാഹിൻ്റെ സിഫാത്ത്, വിശേഷണങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ദുആയാണ്. അതിൻ്റെ ഉദാഹരണമാണിത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എന്താ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിപ്പുള്ള അള്ളാഹുവേ. യാ ഖയ്യൂം, എന്താ യാ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്നവനായ, എല്ലാവർക്കും ആശ്രിതനായി എല്ലാം നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവേ. ഹയ്യു യാ ഖയ്യൂം, ഏറ്റവും മഹനീയമായ അള്ളാഹിൻ്റെ 2 പേരുകളാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, പിന്നെ എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ. പല പണ്ഡിതന്മാരും അള്ളാഹിൻ്റെ ഈ 2 പേരുകളുടെ പ്രത്യേകതയും അർത്ഥവും മനസ്സിലാക്കിയിട്ട് ഇസ്മുല്ലാഹിൽ ആളുണ്ടല്ലോ, അള്ളാഹിനോട് തേടിയാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള പേരുകൾ, അത് 2ഉം ഇതാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക്, ഇതാണ് നമ്മുടെ വിഷയം. ബിറഹ്മതിക്, നിൻ്റെ റഹ്മത്തിനെ മുൻനിർത്തി അസ്തഗീസ്, ഞാൻ നിന്നോട് സഹായം തേടുന്നു. ഇതിനും ഉദാഹരണമാണ്. ഇസ്മുകളെ മുൻനിർത്തിയും സിഫത്തിനെ മുൻനിർത്തിയും അള്ളാഹിനോട് തേടുന്നതിന് ഉദാഹരണമാണ്. കാരണം എന്താ, ഇസ്മുകളുണ്ടോ യാ ഹയ്യു യാ ഖയ്യൂം, എന്നിട്ട് ബിറഹ്മതിക്, നിൻ്റെ റഹ്മത്തിനെ മുൻനിർത്തി അസ്തഗീസു, ഞാൻ സഹായം തേടുന്നു എന്നാണ്. നിൻ്റെ റഹ്മത്തിനെ, റഹ്മത്ത് എന്താ അള്ളാഹിൻ്റെ സിഫത്താണ്, വിശേഷണമാണ്. റഹ്മാനാണ് അള്ളാഹിൻ്റെ പേര്, റഹ്മാൻ. റഹീമാണ് അള്ളാഹിൻ്റെ പേര്. റഹ്മത്ത് എന്നുള്ളത് എന്താണ്, അള്ളാഹിൻ്റെ സിഫത്താണ്, വിശേഷണമാണ്. അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ട് ഞാൻ സഹായം തേടുന്നു. ഈ ദുആ എന്താ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ ദുആ ഞാൻ ചോദിച്ചത് അത് വേറെ. ഹസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, അതപ്പോൾ ചെല്ലണ്ട. അത് രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന ദുആയിൽ പഠിച്ചതാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഈ കലിമത്തുകൾ ചെല്ലാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചെല്ലാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണ്. അതിലിത് ബാക്കിയുണ്ട്. ഇത്
ടെൻഷൻ പോകാനുള്ള ദുആയാണ്. ഇത്ര മാത്രം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. വിഷമം നീങ്ങാനുള്ള ദുആയാണ് ഇത്. സ്വല്ലല്ലാഹു തങ്ങൾ അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇത്ര മാത്രം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ച ദുആയും ഇതിൻ്റെ ഉദാഹരണമാണ്. ബിറഹ്മതിക അസ്തഗീസ്. അള്ളാഹിൻ്റെ സിഫത്തിനെ മുൻനിർത്തിയിട്ട് അള്ളാഹിനോട് തേടുകയാണ്. ഉണ്ടോ? നിൻ്റെ റഹ്മത്ത് കൊണ്ട് നിൻ്റെ റഹ്മത്തിനെ വസീലയാക്കി ഞാൻ സഹായം തേടുന്നു എന്നാണ്. ഇനി മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഫിഅലിനെ മുൻനിർത്തിയിട്ടുള്ള ദുആയാണ്. അള്ളാഹിൻ്റെ പ്രവൃത്തികളെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യുക. അതെങ്ങനെ? അതിന് ഉദാഹരണമാണിത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാത്തുൽ ഇബ്രാഹിമിയ, ഇബ്രാഹിമി സലാത്ത്. ഇതിൽ എന്താ ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അള്ളാഹുവേ നീ സലാത്ത് നിർവഹിക്കണമേ എന്നാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, സല്ലി സല്ലാ യുസല്ലി സല്ലി, അതിൽ നിന്നുള്ള കൽപ്പനക്രിയയാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ, അള്ളാഹുവേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സലാത്ത് നിർവഹിക്കണമേ. എന്താ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സലാത്ത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയുക, വാഴ്ത്തുക എന്നുള്ളതാണ്. മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തലും പുകഴ്ത്തലാണ് അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കനിയുക, അതും പറയാം. വഅല ആലി മുഹമ്മദ്, ആലി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നബി കുടുംബം. എങ്ങനെയാണ് സലാത്ത് നിർവഹിക്കാൻ പറഞ്ഞത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എങ്ങനെ പറഞ്ഞത്? കമാ സല്ലൈത അലാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരിൽ നീ സലാത്ത് നിർവഹിച്ചത് പോലെ അല്ലേ? വഅല ആലി ഇബ്രാഹിം. അപ്പോൾ ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേൽ എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല സലാത്ത് നിർവഹിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലും കുടുംബത്തിലും അള്ളാഹിൻ്റെ കരുണ നൽകി. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും കുടുംബത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പ്രശംസിച്ചു. ഇതുപോലെ എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരിൽ അള്ളാഹു സലാത്ത് നിർവഹിച്ചു എന്നുള്ളത് എന്താണ്? അള്ളാഹിൻ്റെ പ്രവൃത്തിയാണ്, അള്ളാഹിൻ്റെ ഫീലാണ്, അഫ്ആലാണ്, അള്ളാഹിൻ്റെ പ്രവൃത്തിയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കും കുടുംബത്തിനും അള്ളാഹുവിൽ നിന്നുള്ള സലാത്തുണ്ടായി എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്. അതുപോലെ അല്ലെങ്കിൽ അതിനാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും നിന്നിൽ നിന്ന് സലാത്തുണ്ടാകണമേ എന്നാണ്. ഇവിടെ എങ്ങനെ അഫ്ആല് കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹിൻ്റെ പ്രവൃത്തി കൊണ്ട് വസീലാക്കിയത്? ഇവിടെ ഈ ക എന്നുള്ളതുണ്ടല്ലോ പോലെ എന്ന് അതിനർത്ഥം പറയാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ചിലർ പറഞ്ഞത് ഈ ഉപമിക്കുമ്പോൾ ഉപമയുടെ പ്രത്യേകത എന്താ? ഇപ്പോൾ ഒരാളോട് പറയാണ് അൻതക്കൽ ബഹരി എന്ന് പറയാണ്, നീ സമുദ്രത്തെ പോലെയാണെന്ന് പറയണം. എന്തിനാ ഒരാളെ സമുദ്രത്തോട് ഉപമിക്കണം? എന്തിനാ? ഔദാര്യ കടൽ, ഔദാര്യത്തിൻ്റെ വിഷയത്തിൽ. അല്ലെങ്കിൽ ചിലരെ കുറിച്ച് പറയും അൽ ബഹർ എന്ന് പറയും. എന്താ അൽ ബഹർ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അൽ ബഹറാണ്, അറിവിൻ്റെ സമുദ്രം, വിജ്ഞാന സാഗരം അല്ലേ? ജാഫർ ബിൻ അബി താലിബ് അൽ ബഹറാണ് എന്ന് പറഞ്ഞാൽ ബഹറുൽ ജൂദ്, ഔദാര്യ കടൽ. അപ്പോൾ ബഹർ എന്ന് പറയും. ഇപ്പോൾ രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറയില്ലേ, പിന്നെ നിങ്ങൾ ബഹർ പോലെയാണ് എന്നൊക്കെ പറയും. പടുത്ത് ഞാനൊരു ഇത് വായിച്ചപ്പോൾ ഒരു രാജാവ് അല്പം ഒരു ആൾതാമസമുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഒരു കവി വന്നിട്ട് പറയാണ്, രാജാവേ അങ്ങ് ചന്ദ്രനെ പോലെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ രാജാവ് പറയുന്നത് അയാൾക്ക് 10,000 കൊടുക്കാൻ പറയണം. 10,000 പാസ്സാക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഒന്നുകൂടി ആവേശം കൂടി, രാജാവേ നിങ്ങൾ സൂര്യനെ പോലെയാണെന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് 50,000 കൊടുക്കാൻ പറയാണ്. അപ്പോൾ അയാൾക്ക് വീണ്ടും ആവേശം കൂടി. അയാൾ പറയുന്നത് രാജാവേ അങ്ങ് സമുദ്രത്തെ പോലെയാണെന്ന് പറയുന്നത്. അപ്പോൾ 1,00,000 കൊടുക്കാൻ പറയാണ്. രാജാവ് പറയുന്നത് 1,00,000 കൊടുക്കാൻ. അപ്പോൾ അത് ഇയാൾക്ക് ഭയങ്കര ഇതായി. അപ്പോൾ 1,00,000 എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പർക്ക് മതിയായി. മൂപ്പരെ പേരെ നിറയെ മാത്രമായി എന്നുള്ള പ്രതീക്ഷയിൽ മൂപ്പര് ഇനി ഇപ്പോൾ ഈ 1,00,000 കൊടുക്കാൻ പറഞ്ഞത് വാങ്ങാൻ പോകാൻ പറയുന്നത്. രാജാവ് പറയാണ് മന്ത്രിൻ്റെ അടുത്ത് എല്ലാം പറയാണ്, അവിടുന്ന് തരും എന്ന് പറയുന്നത്. അങ്ങനെ ഈ കവി എന്ത് ചെയ്യാണ്? മന്ത്രിൻ്റെ അടുത്തേക്ക് പോവാണ്. മന്ത്രിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാൻ, രാജാവ് എനിക്ക് തരാൻ പറയണം. അപ്പോൾ മന്ത്രി അറിയാണ്, മന്ത്രി രാജാവ് ഒത്തിട്ടുള്ളവരാണ്. മന്ത്രി നായ പൈസ തരൂല അറിയാണ്, ഒന്നും തരൂല അറിയാണ്. അപ്പോൾ രാജാവ് പറഞ്ഞാണല്ലോ എനിക്ക് തരാമെന്നിട്ട്, എന്താ തരാത്ത ചോദിക്കാണ്. രാജാവിനോട് പോയി ചോദിക്കാൻ പറയണം. അപ്പോൾ മന്ത്രി അവിടെ നിന്ന് നാട്ടി വിട്ട്. അപ്പോൾ ഇയാൾ വന്നിട്ട് രാജാവിനോട് പറയും, രാജാവേ നിങ്ങളെനിക്ക് തരാൻ വേണ്ടി പറഞ്ഞു വന്നിട്ട് അയാൾ എനിക്ക് തന്നില്ലല്ലോ, മന്ത്രി തന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞത് അയാളോട് ചോദിച്ചതാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞത്? നിങ്ങൾ ആദ്യം പറഞ്ഞു ചന്ദ്രനെ പോലെയാണ്, ഞാൻ ചന്ദ്രനായോ? ഇല്ല. പിന്നെ പറഞ്ഞു ഞാൻ സൂര്യനെ പോലെയാണ്, ഞാൻ സൂര്യനായോ? അല്ല. പിന്നെ നിങ്ങളെന്നെക്കുറിച്ച് പറഞ്ഞാൽ സമുദ്രത്തെ പോലെയാണ്, ഞാൻ സമുദ്രമാണോ? അല്ല.
നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് എന്നെ സുഖിപ്പിച്ചു അല്ലേ, ഞാൻ എൻ്റെ വാക്കുകൊണ്ട് നിങ്ങളെയും സുഖിപ്പിച്ചു. 10,000 തരണം, 50,000 തരണം, 1,00,000 തരണം. നിങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, സമുദ്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം നിർവൃതിയിലായി, അതേപോലെ തന്നെ എൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങളും നിർവൃതിയിലാകുക എന്ന് ഇത്രേ ഉദ്ദേശം ഉണ്ടായിട്ടുള്ളൂ, അല്ല അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞതാണ്. അല്ല കുല്ലി ഇതാണ് ഉപമകളുടെ വിഷയം. ഒരാളോട് നീ ഔദാര്യത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ ബഹർ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉപമയിലുണ്ടല്ലോ ആർക്കാണ് കൂടുതൽ ഈ സ്വഭാവം ഉണ്ടാകേണ്ടത്? ഈ അൽ മുഷബ്ബഹ് ബിഹി എന്ന് പറയും, ഉപമിക്കപ്പെടുന്നതുണ്ടല്ലോ, അതിനാണ് ഇത് കൂടുതൽ വേണ്ടത്. അൻതക്കൽ ഖമർ, നിങ്ങൾ ചന്ദ്രനെ പോലെയാണെന്ന് അറിയുമ്പോൾ അത് സൗന്ദര്യത്തിൻ്റെ വിഷയത്തിലാണ്. ആർക്കാണ് അവിടെ സൗന്ദര്യം കൂടുതൽ വേണ്ടത്? ചന്ദ്രനാണ്. അപ്പോൾ ഉപമിക്കുമ്പോൾ അതിലെ വിഷയമുണ്ടല്ലോ വജുഹുൽ മുഷബ്ബഹ് എന്ന് പറയും, അത് കൂടുതൽ ഉണ്ടാകേണ്ടത് ആരിലാണ്? മുഷബ്ബഹ് ബിഹിയിലാണ്. മനസ്സിലെ ഇവിടെ നോക്കിയേ, പോലെ എന്ന് പറഞ്ഞെങ്കിൽ കൂടുതൽ എവിടെ ഉണ്ടാകേണ്ടത്? ഈ ഉപമിക്കപ്പെടുന്ന മുഷബ്ബഹ് ബിഹിയിലാണ് വേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ കൂടുതൽ ഉള്ളത് എവിടെയാണ്? ഉപമിക്കുന്നവനിലാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഈ പ്രയോഗത്തിൽ പോലെ എന്ന് പറയുന്നതിനെ നിരൂപിച്ചത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇതിനർത്ഥം പറയുമ്പോൾ ഒന്നുകൂടി സൂക്ഷ്മത എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കും കുടുംബത്തിലും നീ സലാത്ത് നിർവഹിച്ചതിനാൽ, അവിടെ തോക്കീതിൻ്റെ ആയിട്ട് നിർവഹിച്ചതിനാൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും കുടുംബത്തിലും നീ സലാത്ത് നിർവഹിക്കണമേ. മനസ്സിലായോ? ഈ ഒരു ഇഷ്കാല് വരാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. തയ്യബ്. അപ്പോൾ ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേൽ സലാത്ത് നിർവഹിച്ചതിനാൽ അതിനെ മുൻനിർത്തി, അള്ളാൻ്റെ ആ പ്രവൃത്തിയെ മുൻനിർത്തിയിട്ട് ചോദിക്കുകയാണ് എന്ത്? സല്ലി അല മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നീ സലാത്ത് നിർവഹിക്കണമേ. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സലാത്ത് നിർവഹിച്ചിട്ടുണ്ട്, കുടുംബത്തിലും നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തേടുകയാണ്, അവിടെ നീ നിർവഹിച്ചു, അതിനെ മുൻനിർത്തി നിന്നോട് തേടുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും കുടുംബത്തിലും നീ സലാത്ത് നിർവഹിക്കണമേ, നിൻ്റെ കരുണ ഇവിടെ ചൊരിയണമേ, നീ അത്യുന്നതങ്ങളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും വാഴ്ത്തണമേ, പ്രശംസിക്കണമേ എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പം അതിൻ്റെ മറ്റൊരു ഉദാഹരണം. പിന്നെ അള്ളാഹുവിലുള്ള ഈമാൻ, വിശ്വാസം, അതിനെ മുൻനിർത്തിയിട്ടുള്ള വസീൽ. നാലാമത്തേത് ഈ ദുആ നോക്കിയേ, റബ്ബന ഇന്നന സമിഅന മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്നാ റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിന വതവഫനാ മഅൽ അബ്റാർ. ഈ ദുആ എവിടെയുള്ളത്? ഏത് സൂറത്തിലാണ്? സൂറത്ത് ആലി ഇമ്രാനുള്ള ദുആയാണ്. നോക്കിയേ, റബ്ബന, അള്ളാഹിനോട് തേടുക, ഞങ്ങളുടെ റബ്ബെ, ഇന്നന സമിഅന, ഞങ്ങൾ തീർച്ചയായും കേട്ടിരിക്കുന്നു, മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, ഈമാൻ ഉൾക്കൊള്ളാൻ വേണ്ടി ക്ഷണിക്കുന്ന ഒരു ക്ഷണിതാവിനെ ഞങ്ങൾ കേട്ടിരിക്കുന്നു, വിളിക്കുന്ന ഒരാളെ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അദ്ദേഹം വിളിച്ചത് അൻ ആമിനു ബി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ വിശ്വാസമുള്ളവരാകൂ, റബ്ബിനെ നിങ്ങൾ വിശ്വസിച്ച് അംഗീകരിക്കൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഞങ്ങളെ ഈമാനിലേക്ക് വിളിച്ചത്. ഫആമന്ന, ഫആമന്ന, അതിനാൽ ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ചിരിക്കുന്നു. ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ചിരിക്കുന്നു. ഫആമന്ന റബ്ബന, ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലന, അതിനാൽ നീ ഞങ്ങൾക്ക് പൊറുക്കണമേ, ദുനൂബന, ഞങ്ങളുടെ തെറ്റുകൾ. വകഫിർ അന്ന സയ്യിആതിന, ഞങ്ങളുടെ വീഴ്ചകളെ നീ ഞങ്ങളെ തൊട്ട് പരിഹരിക്കണമേ. വതവഫന മഅൽ അബ്റാർ, പുണ്യവാന്മാരോടൊത്ത് നീ ഞങ്ങളെ മരിപ്പിക്കണമേ. ഓക്കെ, ഈ ഫഗ്ഫിർ ലന ദുനൂബന വകഫിർ അന്ന സയ്യിആതിന വതവഫന മഅൽ അബ്റാർ എന്നുള്ള ദുആ നിർവഹിച്ചത് ആരെ വസീലാക്കിയിട്ടാണ്? ഫആമന്ന, ഞങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഈമാൻ പ്രഖ്യാപിച്ചതിന് ശേഷം ആ പ്രഖ്യാപനത്തെ മുൻനിർത്തിയിട്ടാണ് ഫഗ്ഫിർ ലനാ ദുനൂബന എന്ന് ദുആ ചെയ്തത്. അപ്പോൾ അള്ളാഹുവിലുള്ള ഈമാൻ അതിനെ വസീലയാക്കിയിട്ട് തവസ്സുലാക്കുക, അള്ളാഹിനോട് ദുആ ചെയ്യുക, അതും പ്രമാണത്തിൽ വന്നതാണ്. പറഞ്ഞാൽ മനസ്സിലാകണ്ടോ? ഇനി അഞ്ചാമത്തേത് ഹാലുദ്ദാഇ എന്ന് പറയും. ഒരു ദുആ ഇരക്കുന്നവൻ്റെ അവസ്ഥ, ദുആ ഇരക്കുന്ന ഒരാളുടെ അവസ്ഥയെ അള്ളാഹിനോട് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹിനോട് തേടുക, കാക്ഷിക്കുക. അത് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഇതാരുടെ ദുആയാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണ്. നോക്കി, ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മിസ്ർ ദേശത്ത് നിന്ന് ഓടി പലായനം ചെയ്ത് മദിയൻ ദേശത്ത് വന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതും വളർന്നതും ഒക്കെ എവിടെയാണ്? മിസ്റിലാണ്.
മദിയൻ ദേശത്തേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് മദിയൻ ദേശത്ത് ആരെയും അറിയില്ല. അദ്ദേഹം അവിടുത്തെ ഒരു അപരിചിതനാണ്, അദ്ദേഹം ഒരു വിദേശിയാണ്. ഒരാളെയും പരിചയമില്ലാത്തവരുടെ അടുത്തേക്കാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഓടിപ്പാഞ്ഞ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം ആ മറുനാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകളെ കണ്ടു. ആളുകളെ കണ്ടപ്പോൾ ആ ആളുകളുടെ ലക്ഷ്യം എത്രയേ ഉള്ളൂ, അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുക, എന്നിട്ട് പോവുക എന്നുള്ളത്. ആ ധർമ്മം നിർവഹിച്ചിട്ട് അവർ പോയി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 2 സ്ത്രീകളെ സഹായിച്ചു. ആ സ്ത്രീകളും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹായമേറ്റ് അവരും പോയി. സന്ധ്യയോടെ അടുക്കുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഓടി വന്നിട്ട് അവിടെ ആരോരുമില്ലാതെ കഴിയുന്ന അവസ്ഥയാണ്. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തണലിലേക്ക് മാറി നിന്നതിന് ശേഷം ഉണ്ടല്ലോ അള്ളാഹിനോട് പറയാണ്, റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി, തീർച്ചയായും ഞാൻ, ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ, എന്തൊരു നന്മയാണോ എന്നിലേക്ക് അവതരിപ്പിക്കുന്നത്, അതിന് ഫഖീറുൻ, എന്താ ഫഖീറുൻ, ഏറെ ആവശ്യമുള്ളവനാണ് എന്ന് പറയാണ്. ഏറെ ആവശ്യമുള്ളവനാണ്, അതുകൊണ്ട് നീ എന്നോട് കനിയണേ എന്നുള്ളതാണ് അല്ലേ. ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവെ നീ എന്നോട് കനിയണമേ, എനിക്കൊരഭയവും ആശ്രയവും തരയണമേ എന്ന് ദുആ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹിനോട് പറയുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ്, അദ്ദേഹത്തിൻ്റെ ഹാലാണ്. ഹാലിതായി ആ ദുആ ചെയ്യുന്നവൻ്റെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹാൽ അള്ളാഹിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അപ്പോൾ ദുആ ഇരക്കുന്നവൻ്റെ അവസ്ഥയെ അവതരിപ്പിക്കുക, എന്നിട്ട് ദുആ ചെയ്യുക. അതൊരു നല്ല വസീലയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുആ കബൂലാക്കി. അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വീട് കിട്ടി, കുടുംബത്തെ കിട്ടി, ജോലി കിട്ടി, നിർഭയത്വം കിട്ടി, തുടങ്ങിയൊക്കെ ഈ ദുആയെ തുടർന്നാണ്. അപ്പോൾ അതാണ് മറ്റൊരു വസീല. ഈ പറഞ്ഞത് മനസ്സിലായോ? ഇതിന് നല്ലൊരു ഉദാഹരണമാണ് മറ്റൊന്നത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. എന്താ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ? റബ്ബി ഇന്നി ഖദ് മസ്സനി അർദുർ വ അൻത അർഹമുർ റഹീമീൻ. ഉണ്ടോ? അത് ഒരു ആളുടെ ദുആ ഇരക്കുന്ന വ്യക്തിയുടെ അവസ്ഥയെ അള്ളാഹിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതൊരു ഖൈർ വസീല, ഏറ്റവും നല്ല വസീലയാണ് അള്ളാഹിനോട് ദുആ ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ അൽ അമലു സാലിഹ്, അതാണ് 6-ാമത്തേത്. സൽപ്രവൃത്തികളെ മുൻനിർത്തിയിട്ടുള്ള ദുആ, നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ, അത് അള്ളാഹുവിലേക്ക് ഏറ്റവും നല്ല തഖർറുബ്, ഖുർബത്താണ്, പുണ്യം. സൂറത്തുൽ മാഇദയിലെ ആയത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല വജാഹിദു ഫീ സബീലിഹി എന്നുള്ള ആയത്ത്. ആ ആയത്തിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീല തേടുക എന്നുള്ളതിന് ഏറെക്കുറെ തഫ്സീറുകളൊക്കെ പറഞ്ഞത് ഇതാണ്, അള്ളാഹുവിലേക്ക് പുണ്യപ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ ചെയ്ത് വസീല ആക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ഈ ഗുഹാവാസികളുടെ ചരിത്രം. 3 പേർ ഗുഹയിലകപ്പെട്ട് അവരുടെ ഗുഹാമുഖത്തെ ഒരു പാറ വന്ന് മൂടി അവർ ഗുഹയുടെ ഉള്ളിലകപ്പെട്ടപ്പോൾ അവർ അള്ളാഹിനോട് ദുആ ചെയ്തത് എങ്ങനെയാണ്? 3 പേര് അവരുടെ സൽപ്രവൃത്തികളെ മുൻനിർത്തിയാണ്. ഓരോരുത്തരും തങ്ങൾ ചെയ്ത സൽപ്രവൃത്തികൾ അതിനെ ഓർത്തെടുത്ത് അള്ളാഹിനോട് ആ പ്രവൃത്തിയെ മുൻനിർത്തിയിട്ട് തേടുകയാണ്. അവരുടെ തേട്ടത്തിൽ അവർ ഓരോ പ്രവൃത്തിയും ഓർത്തിട്ട് അള്ളാഹിനോട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഫൈൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്, നിൻ്റെ വജ്ഹിനെ കാംക്ഷിച്ചാണ് ഞാനത് പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിൽ ഫഫ്റുജ് അന്ന മാ നഹ്നു ഫീഹി, അതാണ് ഫഫ്റുജ് അന്ന, ഞങ്ങളെ തൊട്ട് നീ നീക്കണമേ, മാ നഹ്നു ഫീഹി, ഞങ്ങളുള്ളതായി ഈ ഒരു പരീക്ഷണം, ഇത് ഞങ്ങളെ തൊട്ട് നീ പോക്കണമേ. എന്നാൽ ഈ ഗുഹയുടെ മുഖത്തുനിന്ന് ഈ പാറയെ നീ നീക്കണമേ എന്നുള്ളതാണ് അവരുടെ ദുആ. ഈ ഫഫ്റുജ് അന്ന മാ നഹ്നു ഫീഹി എന്ന് അള്ളാഹുവിനെ വിളിച്ച് അവർ കരയുമ്പോൾ അവരെന്ത് ചെയ്യാണ്? അവർ ചെയ്ത സൽപ്രവൃത്തിയെ ഓർത്തിട്ട് അള്ളാഹിനോടത് പറയാണ്. അതിലൊരാൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന ആ പുണ്യമാണ് അനുസ്മരിക്കുന്നത്. മറ്റൊരാൾ ഒരു കൂലിക്കാരന് നൽകാനുണ്ടായിരുന്ന ആ ബാധ്യത തികഞ്ഞ അളവിൽ അയാൾക്ക് നൽകി വീട്ടിയതിനെ ഓർത്താണ് ദുആ ചെയ്തത്. പിന്നെയും ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു പവിത്രത അദ്ദേഹം കാത്തു സൂക്ഷിച്ച, അദ്ദേഹം അതും ലൈംഗികദാഹിയായ ഒരു മനുഷ്യൻ, ഒരു പെണ്ണ്, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായ ഒരു സ്ത്രീയെ പ്രാപിക്കുന്ന വിഷയത്തിൽ ആ സ്ത്രീയെ ഏറെക്കാലം ഓമനിച്ച് ഓർത്ത് കൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. എന്നിട്ട് ആ സ്ത്രീ ഒരു ആവശ്യവുമായി തനിക്കുണ്ടായ ഒരു പ്രാരാബ്ധത്തിൻ്റെ പേരിൽ ഇയാൾ റിച്ചായിരുന്നു, സമ്പന്നനായിരുന്നു. അയാളോട് വന്നിട്ട് കൈ നീട്ടുകയാണ്. അപ്പോൾ 120 ദീനാർ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. 120 ദീനാർ ആ പെണ്ണിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അവളോട് പറയാണ്, എൻ്റെ ആഗ്രഹം നീ സഫലീകരിക്കണം, നീ പൂർത്തീകരിക്കാൻ സഹായിക്കണമെന്ന് പറയുമ്പോൾ ആ സ്ത്രീ അയാൾക്ക് വേണ്ടി കിടന്നു കൊടുക്കുകയാണ്. അവളുടെ
കാലിനരികിൽ അയാൾ ഇരിക്കുകയാണ്. അയാൾക്ക് തൻ്റെ ആഗ്രഹം ശമിപ്പിക്കാൻ എല്ലാ അവസരവും ഒത്തു കിട്ടി. പക്ഷേ അവൾ പറഞ്ഞത് തഖില്ല ലാ തഫുദ്ദന്നൽ ഖാതം ഇല്ലാ ബി ഹഖിഹി എന്ന് പറയാണ്, അള്ളാഹിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റ് ഓടുകയാണ് അവിടുന്ന്. അയാൾ എഴുന്നേറ്റ് ഓടുകയാണ്. 120 ദീനാർ വിട്ടുകൊടുത്തിട്ടാണ് ഓടുന്നത്. തൻ്റെ വികാരത്തെ അവിടെ അദ്ദേഹം അടക്കിയിട്ട്. അദ്ദേഹം അവരുടെ ദുആയാണ് അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക് ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീ. അപ്പോൾ ആ സൽപ്രവൃത്തികളെ അള്ളാഹുവിലേക്ക് വസീലയാക്കിയിട്ടുള്ള തവസ്സുൽ അതും വന്നതാണ്. അള്ളാഹുവിലേക്ക് തവസ്സുലാക്കുക എന്നതിൽ പൂർവികർ ആശ്രയിക്കുകയും അതേപോലെ തന്നെ അനുഷ്ഠിച്ചിരുന്ന മറ്റൊരു വസീലയാണ് ഈ 7ാമത്തേത്. ദുആഉ മൻ തുർജ ഇജാബത്തു ദുആഇഹി. ദുആക്ക് ഇജാബത്ത്, ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവരുടെ ദുആ, അവരുടെ ദുആ അതാണ് പ്രധാനം. ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവരുടെ ദുആ അതുകൊണ്ട് വസീലാക്കുക, അല്ലാതെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തികളെ കൊണ്ടല്ല. ആ വ്യക്തികളുടെ ജാഹ്, വ്യക്തികളുടെ ബർക്കത്ത്, വ്യക്തികളുടെ ഹക്ക് ഇതൊന്നുമല്ല. പിന്നെ അവരുടെ ദുആ കൊണ്ട് എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് വസീല തവസ്സുൽ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇതിൽ 7ാമത്തെ ഒരു വിഷയം. അതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മളിവിടെ കേട്ടത്. അതിന് മറ്റൊരു ചരിത്രമാണിത്. അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിന ഫതസ്ഖീന. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നാ കുന്ന തീർച്ചയായും ഞങ്ങളായിരുന്നു, നതവസ്സലു ഇലൈക നിന്നിലേക്ക് തവസ്സുലാക്കിയിരുന്നു, ബിനബിയിന ഞങ്ങളുടെ നബിയെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫതസ്ഖീന അപ്പം ഞങ്ങൾക്ക് മഴ തരുമായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിൽ ഇവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഴക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയും മഴ പെയ്യുകയും ചെയ്ത കുറേ സംഭവങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിന ഫതസ്ഖീന. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇത് പറയുന്നത്. ആമുർ റമാദയിൽ മഴയില്ലാതെ ആകെ വരൾച്ച, ആ വരൾച്ചയുടെ ആ വർഷത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത്, മഴയ്ക്ക് വേണ്ടി തേടാൻ ആവശ്യപ്പെട്ട ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വ ഇന്നാ നതവസ്സലു ഇലൈക് നിന്നിലേക്ക് ഞങ്ങൾ വസീലയാക്കുന്നു. ആരുകൊണ്ട്? ബി അമ്മി നബീന ഞങ്ങളുടെ നബീൻ്റെ അമ്മിനെ കൊണ്ട്. നബീൻ്റെ അമ്മ ആരാ? അബ്ബാസ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്. ആ പിതൃവ്യനെ കൊണ്ട് നിന്നിലേക്ക് ഞങ്ങൾ വസീലയാക്കുന്നു. ഫസ്ഖീന ഫസ്ഖീന അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരയണമേ. ഫസ്ഖീന ഇത് ഉമർ പറയണം. ഫസ്ഖീന നീ ഞങ്ങൾക്ക് മഴ തരയണമേ. ഞങ്ങളുടെ നബീനെ അമ്മിനെ കൊണ്ടാണ് ഞങ്ങൾ നിന്നിലേക്ക് വസീല തേടുന്നത്, അല്ലെങ്കിൽ വസീലയാക്കുന്നത് എന്ന് പറയണം. ചില നിവേദനങ്ങൾ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അബ്ബാസിനോട്, യാ അബ്ബാസ് ഖും ഫസ്തസ്ഖി വദ്ഉ റബ്ബക്. അബ്ബാസ് നിങ്ങൾ എഴുന്നേൽക്കൂ, എന്നിട്ട് ഫസ്തസ്ഖി റബ്ബക് റബ്ബിനോട് ഫസ്തസ്ഖി നിങ്ങൾ ഇസ്തിസ്ഖ മഴയ്ക്ക് വേണ്ടിയിട്ട് തേടൂ, വദ്ഉ റബ്ബക് റബ്ബിനോട് ദുആ ഇറക്കൂ എന്ന് തന്നെ പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അബ്ബാസിനോട് പറയണം, അബ്ബാസ് എഴുന്നേൽക്കൂ, എന്നിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് തേടൂ, വദ്ഉ റബ്ബക് താങ്കളുടെ റബ്ബിനോട് ദുആ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്, അഭ്യർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആല ദുആ ചെയ്യുകയും പിന്നെ മഴ വരികയും ചെയ്തതായ സംഭവമാണ് അവിടെ ഉദ്ദേശം. അപ്പോൾ നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു ദുആക്ക് ജവാബ് പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അത്തരം വ്യക്തികളോട് ദുആ അതിനെ വസീലയാക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ദുആ ഇരപ്പിക്കുക എന്നർത്ഥം. അത് വേണ്ട. ഇതേപോലെ മറ്റൊരു ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ ഈ മുൻദിർ ഇബ്നു സഈദ് അൽ ബല്ലൂത്തി അൽ കുൻസി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഒരു ഖാദിയായിരുന്നു, ഫഖീഹായിരുന്നു. മുൻദിർ ഇബ്നു സഈദ് അൽ ബല്ലൂത്തി ഇദ്ദേഹം അറിയപ്പെട്ട ഖാദിയായിരുന്നു. സ്പെയിനിൽ, പ്രത്യേകിച്ച് കോർഡോവയിൽ ഇദ്ദേഹം ഖാദിയായിരുന്നു. അദ്ദേഹം കോർഡോവയിൽ ജീവിച്ച നാളിൽ അന്നത്തെ ഭരണാധികാരി അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് അൽ അമവി അന്നാസിറു ലിദീനില്ല എന്ന പേരിൽ അറിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം അന്നാസിറു ലിദീനില്ല, അതേപോലെ തന്നെ അന്നാസിർ എന്നൊക്കെ പേരിൽ അറിയപ്പെട്ട ഭരണാധികാരിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ്. സ്പെയിനിൽ അക്കാലത്ത് വലിയ വരൾച്ച ഉണ്ടായി, കോർഡോവയിൽ. അങ്ങനെ ആ വരൾച്ച ഉണ്ടായപ്പോൾ
മുൻദിർ ഇബ്നു സഈദ് അൽ ബല്ലൂത്തി, അദ്ദേഹം വലിയ കാവിയായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, ധർമ്മനിഷ്ഠുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണാധികാരി എന്ത് ചെയ്യാണ്, ആളയക്കാണ് ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഇസ്തിസ്ഖ നടത്താൻ വേണ്ടിയിട്ട് പറയാണ്. ഇദ്ദേഹം ആ വിഷയത്തിൽ ഭയങ്കര പേരുള്ള ആളായിരുന്നു. അദ്ദേഹം പലപ്പോഴും മഴയ്ക്ക് വേണ്ടിയിട്ട് തേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം മിമ്പറിൽ കയറും. ഖുതുബ എന്താ പറയുക അറിയോ? യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ഇത്രേ പറയുള്ളൂ. ആയത്തല്ലേ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഫക്കീറന്മാരാകുന്നു, ആവശ്യക്കാരാകുന്നു. ഈ ആയത്ത് മാത്രം ഓതി അദ്ദേഹം കരയും, ആളുകളും കരയും. അദ്ദേഹം കരയും, ആളുകളും കരയും. ഇത് മാത്രം, ഇത് ആവർത്തിച്ചോതും, എന്നിട്ട് അദ്ദേഹം കരയും, അത് കേട്ട ആളുകളും കരയും. അങ്ങനെ അദ്ദേഹം മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് മഴ പെയ്യുമായിരുന്നു എന്നാണ്. നോക്കി നിങ്ങൾ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാകുന്നു എന്നുള്ള ആയത്ത് മാത്രം ഓതിയിട്ട് ആളുകളെ അള്ളാഹുവിലേക്ക് വിളക്കുകയാണ്. ആയത്തിൻ്റെ ആശയത്തിൽ ആളുകൾ കരയുകയാണ്. മിമ്പറിൽ വെച്ച് ഇദ്ദേഹം കരയാണ്. ഇത് മാത്രമേ ഓതുള്ളൂ എന്നാണ് ഇദ്ദേഹം. അങ്ങനെ മഴ ലഭിക്കുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഇങ്ങനെ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് നേരിട്ട് കേഴുന്ന കരയുന്ന അവസ്ഥ, അതായിരുന്നു നമ്മുടെ പൂർവികരുടെ പരിപാടി. പക്ഷേ ഇന്നത്തെ പല ആളുകൾ എന്താണ്, ഇന്ന് എങ്ങനെ അള്ളാഹിനോട് നേരിട്ട് നമ്മൾ തേടും, അള്ളാഹിനോട് നമ്മൾ എങ്ങനെ നേരിട്ട് പറയും? പടപ്പുകളിൽ പലരുടെയും പിന്നെ വസീലല്ലാതെ എന്ന പേരിൽ എന്ത് ചെയ്യണം, പിന്നെ അള്ളാഹുവിൽ നിന്ന് ആളുകളെ അകറ്റുന്ന അവസ്ഥയാണ് പല പുരോഹിതന്മാർക്കുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് വസീല ഏറ്റവും വലിയ ചർച്ചയായത്. നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചില്ല. നമ്മൾ ദീനിലുള്ളത് നമുക്കൊരു പിന്നെ അറിവിന് വേണ്ടിയിട്ടും മാതൃകക്കും വേണ്ടിയിട്ടും പറയുക എന്നുള്ളതായിരുന്നു. ഏതായാലും ഈ മുൻദിർ ബിൻ സഈദ് അൽ ബല്ലൂത്തി ജീവിച്ച നാളിൽ ഒരു ദിവസം ഒരിക്കൽ ഈ രാജാവ് അമീറുൽ മുഅ്മിനീൻ അന്നാസിർ ലിദീനില്ല അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ അമവി ആളയച്ചു മഴയ്ക്ക് വേണ്ടിയിട്ട് ഇസ്തിസ്ഖ നടത്താം. അപ്പോൾ ഉടനെ മുൻദിർ ബിൻ സഈദ് വന്ന ദൂതനോട് ചോദിക്കുകയാണ്, രാജാവിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇത് മഴയ്ക്ക് വേണ്ടി തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളയച്ചു, മൂപ്പരവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ദൂതൻ പറയുകയാണ്, രാജാവിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാ റഅയ്തുഹു അഖ്ശഅ മിൻഹു മിൻ യൗമിന ഹാദാ, രാജാവ് ഖുശൂഉള്ള അവസ്ഥയിൽ ഇന്ന് കാണപ്പെട്ടതുപോലെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രയും ഖുശൂഇലാണ് രാജാവുള്ളത്. ഖദ് ഖലാ ബിനഫ്സിഹി, ആളുകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു, ആളുകളിൽ നിന്ന് ഒഴിഞ്ഞ് രാജാവ് ഇരിക്കുകയാണ്. വ ലബിസ അഖ്ശന സിയാബിഹി, ഇന്ന് രാജാവ് ധരിച്ച വസ്ത്രം ഏറെ പരുത്ത വസ്ത്രമാണ്, രാജകീയ വസ്ത്രമല്ല ഇന്ന് ധരിച്ചിട്ടുള്ളത്. ആളുകൾക്ക് മുഖം കൊടുക്കാതെ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഖദിഫ്തറശ തുറാബ്, രാജാവ് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മണ്ണിലാണ് ഇരിക്കുന്നത്. പിന്നെ പറയുകയാണ് ഖദ് അലാ നഹീബുഹു, രാജാവ് ഏങ്ങി ഏങ്ങി കരയുകയാണ്. വഅതറഫ ബിദുനൂബിഹി, തൻ്റെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹിനോട് ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണ് രാജാവുള്ളത്, എൻ്റെ അടുത്തേക്ക് നിങ്ങളെ പറഞ്ഞയച്ചപ്പോൾ എന്ന് ദൂതൻ പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? യാ ഗുലാം ഖുദിൽ മംതറ എന്നാണ്. ഭൃത്യനോട് പറയാണ് കൊടെടുത്തോ. എന്തിന്? മഴയ്ക്ക് വേണ്ടി തേടാൻ പോവുകയാണ്. അപ്പോൾ കൊടെടുത്തോ എന്ന് പറയുന്നത് എന്തിനാണ്? രാജാവ് ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇദാ ഖശ ജബ്ബാറുൽ അർദ് റഹിമ ജബ്ബാറു സമ, ഭൂമിയിലെ ജബ്ബാർ ഭരണാധികാരി ഖുശൂഇലായാൽ, ഭക്തനായാൽ, റഹിമ ജബ്ബാറുൽ സമ, ആകാശത്തിലെ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ തരും, മഴ വരും. അതുകൊണ്ട് കുടയെടുത്തിറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ആ വരൾച്ചയിൽ മഴയ്ക്ക് തേടാൻ പോകുമ്പോൾ കുടയെടുത്തിട്ടാണ് പോയത് എന്നാണ്. കാരണം എന്താ? ഉറപ്പാണ് നമ്മൾ മഴയ്ക്ക് വേണ്ടിയിട്ട് തേടിയിട്ടുണ്ടെങ്കിൽ മഴ വരും എന്നുള്ളത്, പ്രത്യേകിച്ച് ഭരണാധികാരിയുടെ ഒരു അവസ്ഥയും സ്വഭാവം ഇങ്ങനെയാണ് എങ്കിൽ എന്നാണ്. അങ്ങനെ മുൻദിർ ബിൻ സഈദ് അൽ ബല്ലൂത്തി മഴയ്ക്ക് വേണ്ടി തേടി മഴ കിട്ടിയ ചരിത്രം അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തവസ്സുലിൽ വസീലയിൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുടെ ദുആ കൊണ്ട് അള്ളാഹുവിലേക്ക് വസീല, അത് ചരിത്രത്തിൽ മാതൃകയുള്ള വിഷയമാണ്. അതാണ് നമ്മളിവിടെ എഴുതിയത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന നാളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ജവാബ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ദുആ അല്ലേ. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് ദുആ ചെയ്യിപ്പിച്ചിരുന്നു. തിരുവിയോഗ ശേഷം പിന്നെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അബ്ബാസിനെയായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആശ്രയിച്ചിരുന്നത്. അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ്, അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ മുആവിയ സഹാബി എന്ത് ചെയ്തത്? അന്ന് ഏറ്റവും
ഭക്തനായി വിരക്തനായി അറിയപ്പെട്ട യസീദ് ബിനുൽ അസ്വദ് അൽ ജുറഷി, അബുൽ അസ്വദ് അൽ ജുറഷിയെ എന്ത് ചെയ്യുന്നു, ദുആ ചെയ്യാൻ സമീപിക്കുകയും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തത്. യാ യസീദ് ഇർഫഅ യദൈക ഇലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായത്. പിന്നെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആളുകളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്ന വിഷയമല്ലേ, അത് അനുവദനീയമാണ്. ഇവിടെ അത് ഒരാളുടെ സ്വാർത്ഥതയുടെയും ഒറ്റക്കുള്ളയും വിഷയത്തിലാണ് ഇതല്ലേ, അത് പറ്റുമോ ഇല്ലേ എന്നുള്ളതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അനുവദനീയമാണ്, അതിൽ ഇഷ്കാലമൊന്നുമില്ല. പക്ഷേ ഇത് ഒരാളുടെ സ്വാർത്ഥമായൊരു വിഷയമല്ല, ഇതെന്താണ്, ഇത് ആളുകളുടെ മൊത്തം വിഷയമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള വിഷയങ്ങളിൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക എന്നുള്ളത് ഉണ്ടല്ലോ, അവരുടെ ദുആയെ വസീലയാക്കുക എന്നുള്ളത് എന്താണ്, ശറഈയായിട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ട വസീലയാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ ആരോടാണ് ദുആക്ക് ആവശ്യപ്പെടുന്നത്, ആ വ്യക്തിയുടെ ദുആയാണ് വിഷയം. അയാളുടെ ദുആയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിലേക്ക് വസീലയാക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് വഫാത്തായിട്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് അരികിൽ പോവുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹക്ക്, ജാഹ്, ബർക്കത്ത് തുടങ്ങിയ വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ എണ്ണി അതിനെ വസീലാക്കിയിട്ട് തേടുകയല്ല ചെയ്യുന്നത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അവിടെ ജീവിച്ചിരിപ്പുള്ള അബ്ബാസ് എന്നവരുടെ അടുക്കലേക്ക് ചെന്നിട്ട്, യാ അബ്ബാസ്, നിങ്ങൾ എഴുന്നേൽക്കൂ, നിങ്ങൾ മഴയ്ക്ക് വേണ്ടിയിട്ട് തേടൂ, നിങ്ങൾ റബ്ബിനോട് ദുആ ഇറക്കൂ എന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് വസീലക്ക് നമ്മുടെ ദീനിൽ മാതൃകയായിട്ടുള്ളതായ വിഷയം. എന്നാൽ ഇതിനപ്പുറം ഈ വസീലയുടെ വിഷയത്തിൽ പലരും ഖബറങ്ങൾക്ക് പോകാം, മരിച്ചവരോട് പിന്നെ ആവശ്യപ്പെടാം, മരിച്ചവരെ ഇടയാളന്മാരാക്കാം, അല്ലെങ്കിൽ ഇന്ന വ്യക്തികളുടെ ഹക്ക്, ജാഹ്, ബർക്കത്ത്, ഇതിനൊന്നും എന്തില്ല, ഒരു തെളിവുമില്ല, ബലപ്പെട്ട ഒരു പ്രമാണവും ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ ഒരു ചുരുങ്ങിയ ഒരു ദർശനം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ക്ലാസ് ഈ വിഷയത്തിൽ പ്രത്യേകമാക്കിയത്. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് അടുത്ത ക്ലാസ് സൂറത്തുൽ അഹ്സാബാണ് അല്ലേ. നല്ല കുറേ വിഷയങ്ങളും കുറേ ചരിത്രങ്ങളുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ അഹ്സാബ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ അഹ്സാബ് സൂറത്ത് പഠിക്കാം ബിഇദ്നില്ല. ഇഷ്കാലം ഉണ്ടാകുന്ന കുറേ വിഷയങ്ങളുണ്ട്, എനിക്കറിയാം. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോയി നോക്കിയിട്ടല്ല. നമ്മളിതിൻ്റെ ദീനിയായിട്ടുള്ളതായൊരു നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത്. യല്ലാ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.